ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല മഞ്ഞും ആ രാവിലത്തെ ഒരു ഫ്രഷ് ഫീലിംഗ് ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ട് വീട്ടിലേക്ക് ഇങ്ങനെ വന്നപ്പോഴത്തേനും നമ്മളുടെ മുറ്റത്ത് പൂത്ത് നിൽക്കുന്ന ബൊഹേൻവില്ലയാണ് കേട്ടോ ഇത്. നല്ല രസമുള്ള പൂവാണ്. വെയിലുള്ള സമയത്ത് ധാരാളമായിട്ട് പൂക്കുന്ന ഒന്നാണ് കേട്ടോ. എല്ലാവർക്കും നമ്മുടെ ചുറ്റുവട്ടത്തും മുറ്റത്തൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന നല്ല ഒരു ചെടിയാണ്. നല്ല രസമാണ് കാണാൻ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കും 2 പേരും എഴുന്നേറ്റിട്ടുണ്ട്. എഴുന്നേറ്റ് പാടെ ചുമ്മാ നടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇന്നത്തെ നമ്മുടെ വ്ളോഗിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇപ്പം മാങ്ങയുടെ സീസണല്ലേ, അപ്പം മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചൊരു നല്ല ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വെച്ചു. ആദ്യം തന്നെ നമ്മുടെ മാങ്ങയെല്ലാം ചെറിയ പീസസായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ഞാൻ ചിരകിയല്ല ചേർത്തിട്ടുള്ളത് കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൂളിയിട്ട് ചെറുതാക്കി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മിക്സിയിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ക്രഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ചിരണ്ടാനൊക്കെ മടിയുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളകാണ് കേട്ടോ. പച്ചമുളക് ചേർത്താണ് ഞാൻ മാങ്ങാ ചമ്മന്തി അരയ്ക്കുന്നത്. മുളക് പൊടി അങ്ങനെ ചേർക്കാറില്ല. പച്ചമുളക് ചേർത്ത് വെള്ള നിറത്തിലാണ് നമ്മളിവിടെ മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുമ്പോഴത്തേക്കും അതാ റെഡിയായി നല്ല മാങ്ങാ ചമ്മന്തി. നല്ല ചൂട് ചോറിൻ്റെ കൂടത്തി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. മാങ്ങാ ചമ്മന്തി കൂട്ടി ചോറുണ്ണുക അല്ലെങ്കിൽ കഞ്ഞി കുടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. അതൊക്കെ ഞങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും തന്നെ കാണുന്ന ഒരു ചമ്മന്തിയാണ് ഈ ഒരു മാങ്ങ ചമ്മന്തി. മാങ്ങയൊക്കെ അന്ന് ധാരാളമായിട്ടുണ്ടായിരുന്നത് കൊണ്ട് എന്നും ചക്കപ്പുഴുക്കിൻ്റെ കൂടത്തിലും കഞ്ഞിയുടെ കൂടത്തിലും ഒക്കെ വീട്ടിലുണ്ടാക്കിക്കൊണ്ടിരുന്നൊരു ചമ്മന്തിയാണ്. അതുകൊണ്ട് തന്നെ നല്ല നൊസ്റ്റാൾജിക് ഫീലാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി ചെയ്യുമ്പോൾ. നമ്മുടെ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഫാസ്റ്റ് ഫുഡാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവർക്ക് കഴിക്കാനും ടേസ്റ്റ് വൈസും കൂടുതൽ ഇഷ്ടം അവർക്ക് അതാണ്. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉള്ള കഞ്ഞിയും പയറും കഞ്ഞിയും ചമ്മന്തിയും ഒക്കെ കൊടുക്കാറുണ്ട്. അവർക്കതും കഴിക്കുമ്പോൾ ഇഷ്ടമാണ്. എന്നാൽ അത് എപ്പോഴും കിട്ടാനായിട്ട് താല്പര്യമില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വീടുകളിൽ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. കാരണം നമ്മുടെ ആ ഒരു പഴയ രീതിയും കാര്യങ്ങളൊക്കെ ഇവരും അറിയണമല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് അപ്പോൾ തന്നെ ഞാൻ മാറ്റി വയ്ക്കും. അല്ലെങ്കിൽ അത് അതിൻ്റെ അകത്തിരുന്ന് മടിയാവും പിന്നെ ആ മിക്സിയിൽ നിന്ന് മാറ്റാനൊക്കെ ആയിട്ട്. അപ്പോൾ ആ അരയ്ക്കുന്ന പാടെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മുടെ മിക്സിയെല്ലാം കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് എളുപ്പത്തിൽ പണികൾ തീരും കേട്ടോ. അല്ലെങ്കിൽ അതൊരു പെൻഡിങ് വർക്ക് പോലെ അവിടെ കിടക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ചമ്മന്തിയുടെ ലാസ്റ്റ് സ്ട്രെച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിനോടൊപ്പം ഞാൻ ഇന്ന് ചിക്കൻ കറിയും വെക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ കറിയും കൂടെ വയ്ക്കാം. അപ്പം ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള പീസസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ടാണ് ഞാൻ ചിക്കൻ കറിക്ക് കട്ട് ചെയ്യാറ്. ചില സമയത്ത് വലിയ പീസായിട്ട് ഇടും. അത് കടയിൽ നിന്ന് അങ്ങനെ തന്നെ കട്ട് ചെയ്ത് മേടിച്ചുകൊണ്ട് വരുന്ന ദിവസം വലിയ പീസായിട്ട് തന്നെ ഇടും. ഇല്ല, ചില ദിവസങ്ങളിൽ ഞാനത് ചെറുതാക്കി ഇടുമ്പോഴാണ് നമ്മുടെ ആ ചിക്കൻ കറിയുടെ മസാലയും കാര്യങ്ങളൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചിക്കൻ കറിയുടെ ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, ഈ ഒരു വ്ളോഗിൽ ഇടുന്നില്ല. അപ്പോൾ ഒരു ലെങ്തി വ്ളോഗായി പോവും. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ചമ്മന്തിയുടെ വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് ഫുള്ളും നമ്മൾ ചെയ്തത് കൊണ്ട് ചിക്കൻ കറിയുടെ വീഡിയോ വേറൊരു വ്ളോഗിൽ നമുക്ക് ചെയ്യാം. ഇത് സാധാരണയായിട്ട് എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്.
അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ.